അസ്യാസ്ത്വാം അഷ്ടമോ ഗർഭ ഹന്ത എന്നാണ് പറഞ്ഞത്. ഇവരുടെ 8ാമത്തെ ഗർഭത്തിലുണ്ടാവുന്ന ഉണ്ണി നിന്നെ കൊല്ലും എന്നാണ് പറഞ്ഞത്. ദേവകി കൊല്ലുന്നു പറഞ്ഞിട്ടില്ലല്ലോ. അത് ശരിയാ. അപ്പം പിന്നെ എന്തിനാ നിരപരാധിയായ ദേവകി അങ്ങ് കൊല്ലണത്? അതുകൊണ്ട് അങ്ങ് ദേവകിയെ കൊല്ലണ്ട. ദേവകിയുടെ കുട്ടി 8ാമനല്ല, ജനിക്കണ കുട്ടിയൊക്കെ അങ്ങേക്ക് കൊല്ലാൻ തരാം, എന്നാലെങ്കിലും ഈ ദേവകിയെ കൊല്ലാണ്ട് തന്നൂടേന്ന്. അത് നോക്കൂ, അത് കംസന് ഒരു പോയിൻ്റായി തോന്നി. കംസൻ്റെ ഉള്ളിലും ഈ വസുദേവരുടെ ഉള്ളിൽ നിന്ന് ഈ ആശയം തോന്നിപ്പിച്ച അതേ ഭഗവാനല്ലേ കംസൻ്റെ ഉള്ളിലുള്ളത് അന്തര്യാമി. കംസൻ തോന്നി അത് ശരിയാണല്ലോ എന്ന്. സ്വസുർവധ നിവൃതെ, എന്നാൽ ശരി ഞാൻ ഇവളെ കൊല്ലണില്ല എന്നും പറഞ്ഞ് വസുദേവരുടെ കൂടെ കനിക പറഞ്ഞയച്ചു. പക്ഷെ കൊണ്ടാക്കാനൊന്നും പിന്നെ പോയില്ല, നേരെ ഇറങ്ങി തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഈ സംഭവ വികാസങ്ങളൊക്കെ എല്ലാവരും മറന്നു, കംസനും മറന്നു കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവകി ഗർഭമുണ്ടായി. ഒന്നാന്തരം നല്ലൊരു സുന്ദര കുട്ടപ്പൻ, നല്ലൊരു ആൺകുട്ടി. കുട്ടിയുണ്ടായി, എന്താ അമ്മയ്ക്കൊരു സന്തോഷമല്ലേ. അമ്മ മലപ്പാലക്കൊടുത്ത് ഉണ്ണിയെ ലാളിക്കുമ്പോഴേക്കും വസുദേവർ വിവരം പറഞ്ഞു. വസുദേവർ പറഞ്ഞു, ദേവകി കാര്യമൊക്കെ ശരി, നിന്നെ അന്ന് കൊല്ലാണ്ട് കംസൻ തന്നയച്ചത് ഞാൻ കുട്ടികളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ, അതുകൊണ്ട് എനിക്ക് കുട്ടിയെ കൊണ്ട് കംസന് കൊടുത്തേ മതിയാവൂ. എന്ത്, സ്വന്തം കുട്ടിയെ കംസന് കൊണ്ടുപോയ പിന്നെ ജീവനോടെ തിരിച്ചു കിട്ടുമോ? പക്ഷേ എന്താ വസുദേവരെ അങ്ങനെ ചെയ്യണത്? ഈ സജ്ജനങ്ങൾ വാക്ക് മാറ്റാത്തവരാ, അറിയോ? ഒരാൾക്കൊരു വാക്ക് കൊടുത്താൽ അത് മാറ്റണത് പാപമാണ്, അധർമ്മമാണെന്ന് വിശ്വസിക്കുന്നവരാ. അങ്ങനെയുള്ളൊരു മഹാത്മാവായിരുന്നു ഭഗവാന്റെ അച്ഛനായ വസുദേവനെ. അതുകൊണ്ടല്ലേ അങ്ങനത്തെ ഒരാളുടെ മകനായിട്ട് ഭഗവാൻ വരണത്. അന്ന് കംസനോട് പറഞ്ഞതല്ലേ, അതുകൊണ്ട് തരുമെന്ന് പറഞ്ഞ് ഒരു പട്ടിൽ കുട്ടിയെ പൊതിഞ്ഞ് പതുക്കെ പതുക്കെ നടന്ന് കംസൻ്റെ അടുത്തേക്ക് വന്നു. കംസൻ അകലേനെ കണ്ടു, ദാ വരണു വസുദേവരെ. എന്താണാവോ വിശേഷം? കുറേ നാളേക്ക് ശേഷമാണല്ലോ. എന്തൊക്കെയാണ് വസുദേവരെ വിശേഷങ്ങൾ, എന്തൊക്കെയാണ്? കുറേ നാളായാലോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വസുദേവർ പറഞ്ഞു, ശരിയാണ്, വിവാഹം കഴിഞ്ഞു കുറേ നാളായെങ്കിലും ദേവകി പ്രസവിക്കുകയുണ്ടായില്ല. ഇപ്പോഴാണ് ദേവകി ഗർഭം ധരിച്ച് പ്രസവിച്ചത്. ആദ്യത്തെ ഉണ്ണിയുണ്ടായ ഒരു ആൺകുട്ടിയാണ്. അങ്ങേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന്, ദേവകിയെ കൊല്ലാണ്ട് വിട്ടു തന്നതിന് ഞാൻ കുട്ടികളെയൊക്കെ തരാമെന്ന്. അതുകൊണ്ട് ആ കുട്ടിയെ കൊണ്ടുവന്നതാണ്. നോക്കണം, ഈ മഹാത്മാവായ വസുദേവരുടെ ഈ പ്രവൃത്തിയും സാന്നിധ്യവും ദുഷ്ടനായ കംസൻ്റെ മനസ്സിനെപ്പോലും അലിയിച്ചു കുറഞ്ഞു അത്രേ.